നമ്മളപ്പോൾ 5 days സ്റ്റേ ചെയ്ത സ്വിറ്റ്സർലൻഡിലെ എയർബിഎൻബി ഇന്ന് വെക്കേറ്റ് ചെയ്യുവാണ്. നമ്മളിന്ന് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോവാണ്. പോകുന്ന വഴി നമ്മൾ ഇൻസ്ബ്രൂക്ക് സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. സോ നമ്മളെല്ലാം പാക്ക് ചെയ്തു. ഞങ്ങളുടെ കുറേ റീൽ വീഡിയോയിലൊക്കെ ഞങ്ങൾ ഈ താമസിച്ച വീടിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ഞാനപ്പോൾ ഒരു ഹോം ടൂർ തന്നെ ചെയ്തേക്കാവെന്നോർത്തു. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ വെളിയിൽ നിന്നുള്ള വ്യൂവും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ ഈ കാണുന്നതാണ് കിച്ചൺ. ഞങ്ങൾ 5 ദിവസം ഫുഡ് ഉണ്ടാക്കി കഴിച്ച ഞങ്ങളുടെ കിച്ചൺ. പിന്നെ ഈ വീട്ടിൽ ഏകദേശം 3 ബെഡ്റൂംസ് ആയിരുന്നു. ഇതാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്ന ബെഡ്റൂം. ഇവിടെയാണ് അച്ഛനും അമ്മയും കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യയിലെ പോലൊന്നും അല്ല കേട്ടോ, യൂറോപ്പിലുള്ള മിക്ക എയർബിഎൻബിയിലും എത്ര ബെഡ്റൂം ഉണ്ടെങ്കിലും ഒരു ബാത്റൂമേ കാണത്തുള്ളൂ. സോ ഇതായിരുന്നു ഒരു ബാത്റൂം. അതേപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് ഏരിയയും കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്നു പോകുമ്പം അടുത്ത ബെഡ്റൂം കാണാം. ഇവിടാണ് ചേട്ടനും ചേച്ചിയും കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വലിയ ഹോളുണ്ട് കേട്ടോ. ആ ഹോളിൻ്റെ ഏരിയയിലാണ് ഈ ഫൂസ്ബോളൊക്കെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ടൈം കിട്ടാത്തതുകൊണ്ട് ഫൂസ്ബോളൊന്നും കളിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഈ കാണുന്നതാണ് 3ാമത്തെ ബെഡ്റൂം. തീർന്നില്ല കേട്ടോ, ആ വീടിൻ്റെ മേളിലും താഴെ എല്ലാം അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് മേളിലോട്ട് നടന്ന് കയറുമ്പോൾ ഉള്ള പോർഷനാണ്. ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ദിവസം രാവിലെയാണ് കേട്ടോ ഈ ട്രാംബുലിൻ പോലും ഒന്ന് കാണുന്നത്. സോ അതിൽ കയറിയിട്ട് 2 ചാട്ടമൊക്കെ ചാടിയില്ലേ, മോശമല്ലേ? അങ്ങനെ അതിൽ കയറിയിട്ട് ഒരു 2-3 ചാട്ടമൊക്കെ ചാടി കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറുവാണ് ഞാനിപ്പം. പിന്നെ മെയിൻ ബെഡ്റൂമിൽ ഇതാ ഈ കീബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, വേറെ ഒരു പോർഷനും കൂടെ ഉണ്ട് മേളിൽ. നമുക്ക് വേഗം പോയി കാണാം. ഞങ്ങൾക്ക് ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇതുവരെ സമയം കിട്ടിയില്ല. ഒരു വലിയ ഗോഡൗൺ ആണ്. ഇതിൻ്റെ ഇങ്ങോട്ടേക്കൊക്കെ മുറികൾ കിടക്കുവാണ്. നോക്ക്, ഇത്രയും സ്പേസ് ഉണ്ട്. ഇതിൻ്റെ വെളിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന്. പക്ഷെ നല്ല ഒരു വീടാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ താഴേക്കും ഉണ്ട് കേട്ടോ. താഴെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം നമുക്ക്. ഇതുപോലത്തെ ഒരു ഏരിയ ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇപ്പം പോകുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലോട്ടാണ്. ബാൽക്കണിയിലത്തെ വ്യൂവും ഒരു രക്ഷയില്ല കേട്ടോ. അവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ആൽപ്സ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ചുറ്റിനും വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെയുള്ള ഫീലാണ്. അവരുടെ ഫാമാണ് ഇതിനടുത്തുണ്ടായിരുന്നതും എല്ലാം. പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയ മഴയായിരുന്നത്. ഇവരുടെ ഫാമിൽ തന്നെ ഇതേപോലത്തെ കുറേ പശുക്കളെയും പിന്നെ ഒരുപാട് ഐറ്റംസിൻ്റെ കൃഷിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഓണറുടെ സ്വന്തമായിട്ടുള്ള വീടും തൊട്ടപ്പുറത്ത് തന്നെയാണ്. സോ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. കുറേ നേരം മഴയൊക്കെ പെയ്തപ്പോൾ മൂടൽമഞ്ഞൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പുലി പോലത്തെ പൂച്ച. നോക്ക്, ജയിലിന്റെ പൂച്ച പോലെ ഞങ്ങൾ ഇതിനെ കൂടെ കൊണ്ടുപോവാണ് പോകുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കണ്ടില്ല കേട്ടോ ഈ പൂച്ച. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കേറിങ്ങി പോരുന്നു. അച്ഛനാ പനിയായോ? അല്ല ഷോള്. അച്ഛൻ പറ, അച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട്? ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. സോ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഓണർക്ക് ഞങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളി പറഞ്ഞു ഇനി വരുവാണെങ്കിലും ഇതേ എയർബിഎൻബി ഒക്കെ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നൊക്കെ. നമ്മളപ്പം ഇന്ന് സ്വിറ്റ്സർലൻഡിലെ വീടൊക്കെ വെക്കേറ്റ് ചെയ്ത് സ്വിസ് നാഷണൽ മ്യൂസിയത്തിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് അവിടുത്തെ മ്യൂസിയമൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്ബ്രൂക്കിലേക്കാണ് പോകുന്നത്. പിന്നെ നാളെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകും. ഇതാണ് ഞങ്ങളുടെ പ്ലാന്. ഇന്നത്തെ കാലാവസ്ഥ നല്ല മഴയാണ്. പക്ഷെ മഴയുള്ളപ്പോഴും ഈ സ്വിറ്റ്സർലൻഡിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പം
ഇപ്പം തൊട്ട് കഴിച്ചു തുടങ്ങുവാണ്. വിശപ്പ് തുടങ്ങി. ന്യൂട്ടലിലെയും ബ്രെഡും ഒക്കെ ഇട്ട് നമ്മൾ കഴിക്കുവാണ്. ഇല്ലെങ്കിൽ ഇനി വിശന്ന് തളരാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ന്യൂട്ടല്ല തേക്കുക. എന്നാ ചേച്ചി നിനക്ക് വേണോ? അവന് വിശക്കുന്നില്ലെന്ന് പറഞ്ഞതാണ്. ന്യൂട്ടല്ല അവസാനം തരാം, ന്യൂട്ടല്ല മാത്രം. സോ നമ്മൾ അടുത്ത സാധനം എടുത്തിരിക്കുകയാണ്, ഓറഞ്ച്. വിശപ്പ്, ഭയങ്കര വിശപ്പ്. ഇത് കഴിക്കുന്ന വ്ലോഗാണ്. അതെ അല്ലേ? യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഈ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇൻസ്ബ്രുക്കിലോട്ട് പോകുന്ന വഴി എന്താന്ന് അറിയത്തില്ല, ഭയങ്കര വിശപ്പ്. മഴ ആയതുകൊണ്ടായിരിക്കും. അതെ, സൂറിക്ക്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമ്മൾ സൂറിക്കിലോട്ട് പോവാട്ടോ, ഇവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പൊ എന്താന്ന് അറിയത്തില്ല, മഴയൊക്കെ കൊണ്ടായിരിക്കാം ഭയങ്കര വിശപ്പ് എല്ലാവർക്കും. ഞങ്ങൾക്ക് കഴിക്കുന്നില്ല, പക്ഷെ കഴിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ തീർന്നു വരുന്നു. ഇനി ഏതേലും ഒരു കടയിൽ എപ്പോഴും നിർത്തുമ്പോ നമ്മൾക്ക് ഇപ്പൊ കഴിക്കാൻ പോകുന്നത്. സോ നമ്മള് ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് കഴിക്കാൻ പോവാണ്. ചോറ്, ചമ്മന്തിപ്പൊടി, പാവയ്ക്ക വറ്റല്, ചിക്കൻ ഫ്രൈ, പിന്നെ നല്ല മട്ട റൈസ്. അപ്പൊ ഇതിപ്പോ ചമ്മന്തിപ്പൊടിയാണ്. ഇല്ല, ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയാണ്. അവർക്ക് 2 ഗ്രേവി. അപ്പൊ നമ്മളിപ്പം ചോറൊക്കെ കഴിക്കുകയാണ്. ഇനി നമ്മൾക്കത് കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ പോകണം. നല്ല ടേസ്റ്റ് ആവട്ടെ ഈ പാവയ്ക്കകത്തെല്ലാം ചിക്കൻ ഫ്രൈ ഒക്കെ. ഇതിപ്പം നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പോലെ തോന്നത്തുള്ളൂ. കാരണം നമ്മൾ ഈ ചോറൊക്കെ കഴിച്ച് നല്ല സ്വാദായിരുന്നു. ഇന്നലെ നമ്മൾ വെളിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. പക്ഷെ അതങ്ങോട്ട് പോരായിരുന്നു. അല്ലേ, വെളിയിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഒരു ക്ഷീണമായിപ്പോയി. ഇത് കഴിച്ചിട്ട് നല്ലൊരു ആരോഗ്യമുണ്ട്. നമ്മളിപ്പം സൂറിക്കിലെത്തി, കാറ് പാർക്ക് ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മൾ സ്വിസ് മ്യൂസിയത്തിലോട്ട് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. മഴയും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുടയുള്ളത് കൊണ്ട് ഏതായാലും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് സൂറിക് മെയിൻ സിറ്റി ഒക്കെ കാണാം കേട്ടോ. ഗൈഡ് നമ്മളെ ഇട്ട് നടത്തിക്കുവാണ്. നേരെ വന്ന് സൈഡിലോട്ട് തിരിഞ്ഞു. അയ്യോ, നല്ല മഴയാണ്, അതുകൊണ്ട് ക്ലൈമറ്റ് ഒന്നും അത്ര പോരാ. ഇതാണ് ഒരു മഴയുള്ള സൂറിക്. ഓ, അടിപൊളി. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയ ഒക്കെ നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. പിന്നെ മഴയും കൂടെ ആയപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് നടന്ന് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആണോ? അല്ലേ? നമ്മളിപ്പം സൂറിക്കിലുള്ള ലാൻഡേഴ്സ് മ്യൂസിയത്തിലാണ്. സോ നമ്മൾക്ക് ഇവിടെ എല്ലാം നടന്ന് കാണാം. കവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ കവർ ചെയ്യാം. ഇതൊരു 2-3 ഫ്ലോർസ് ഉണ്ട്. ഒരാൾക്ക് 10 CHF ആണ് അയക്കുന്നത് ടിക്കറ്റ് പ്രൈസ്. സോ നമ്മൾക്കെല്ലാം കയറി കാണാം. ഇവിടെ ഗൈഡഡ് ടൂറും ഉണ്ട്. പക്ഷേ നമ്മൾ ഗൈഡഡ് ടൂറൊന്നും അല്ല ചൂസ് ചെയ്തത്. സോ ജസ്റ്റ് നമ്മളിതെല്ലാം കയറി കാണുവാണ്.
കൊണ്ടുപോകുന്ന സാധനമാണ്. കൊച്ചു പിള്ളേരെ മൗണ്ടൻസിലൊക്കെ ഉള്ള കൊച്ചു പിള്ളേരെ ഏതെങ്കിലും ഒരു യജമാനൻ എടുക്കും, ഒരു മാസ്റ്റർ. എന്നിട്ട് അവരിങ്ങനെ അവരെന്തോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയായിട്ട് യൂസ് ചെയ്യുന്ന പിള്ളേരാ. ചിമ്മിനി ഇവിടെ പിന്നെ എല്ലായിടത്തും ഇതേപോലത്തെ വീഡിയോ ഗൈഡും ഓഡിയോ ഗൈഡും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഒരുവിധമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതൊരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസ് എല്ലാം ഇവരെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അയ്യോ അതുണ്ട്, നല്ല രസമുണ്ട്. ഈ പാവടയൊക്കെ നമുക്ക് പള്ളക്കുത്തി കൊണ്ടുപോയി എന്ത് പറയുന്നു അതേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ വെയർ ചെയ്തുകൊണ്ടിരുന്ന ഔട്ട്ഫിറ്റ്സിൻ്റെ മോഡലൊക്കെ ഈ മ്യൂസിയത്തിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ പണ്ട് കാലത്തെ ഫാഷനാണല്ലോ വീണ്ടും തിരിച്ചു വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതേപോലത്തെ ഡ്രസ്സ് ഐറ്റംസൊക്കെ, ഇപ്പോൾ ഉള്ള ഡ്രസ്സ് ഐറ്റംസൊക്കെ നമുക്ക് പണ്ട് കാലത്തേതുപോലൊക്കെ തോന്നും, കുറേ ഐറ്റംസൊക്കെ. ഇതൊക്കെ കൊള്ളാം. മനസ്സിലാവും. നമുക്ക് ഇഷ്ടപ്പെട്ട മോതിരം ഏതാന്ന് പറ. അമ്മയ്ക്ക് കിട്ടുമോ ഇപ്പം? വാങ്ങിച്ചു കൊടുക്കുവോ? അമ്മ വാങ്ങിച്ചോണ്ട് വാങ്ങിച്ച പറയാങ്ങോട്ട് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാ. ഇതുണ്ടോ 18 കാരറ്റ് ഗോൾഡ്? ഇത് ജപ്പാനാണ്. കപ്പൊക്കെ ആയിരിക്കും ഇത്. താഴെ താക്കോലും പഴയ താഴെ താക്കോലും ഉണ്ടോ? മുണ്ടുകെട്ടിയുടെ അച്ഛൻ്റെ താക്കാലൊക്കെ കണ്ട പക്ഷെ അതൊക്കെ നമ്മൾ എടുത്ത് വെക്കേണ്ടതായിരുന്നു. കത്തി, പേന കത്തി, പഴയ സാക്ഷ നമ്മൾ ഇതെല്ലാം മൊത്തം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാണെന്നാണ് പറയുന്നത് അമ്മ. വാഴൂര് വീട്ടിൽ നിന്ന് വേണ്ടൊരു മോതിരമൊക്കെ അവരാകണമെന്നുള്ളത്. സെഞ്ചുറിയിലെ ഗൗൺ സിൽക്കൊക്കെ. ചെളി പോലും ഇല്ലല്ലോ. ഒരു പുസ്തകത്തിൽ വെച്ചേക്കുന്നത് എന്ത് ഭംഗിയിലാ ചെയ്തത്. അതൊക്കെ അന്ന് ചെയ്ത എംബ്രോയിഡറിയാ. ഈ ഗൗണൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അതിലെ ഓരോ പ്രിൻറ്റും അതേപോലെ ത്രെഡ് വർക്ക്സും ഡിസൈൻസും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. പണ്ടുള്ളവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ.
നല്ല സ്റ്റൈലായിരുന്നു. എന്തൊക്കെയാ ഇവിടുത്തെ വാല്യൂസ്? സെൽഫ് ഡിറ്റർമിനേഷൻ. ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കണ്ടു. ഇപ്പം ഇറങ്ങാൻ പോവാണ്. എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. അച്ഛൻ ഇവിടെ കിടന്ന് ഉറങ്ങിയാലും എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ സുഭിക്ഷമായ ആഹാരമായിരുന്നു. ഒറിജിനൽ ആയിട്ടുള്ള ഓസ്ട്രിച്ചിൻ്റെ ഫെതേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഹാറ്റാണ് ഈ കാണുന്നത്. ഞങ്ങളപ്പം മ്യൂസിയം ഒക്കെ കണ്ടിട്ട് ഇപ്പം കുറച്ച് സ്വിസ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അണ്ടർഗ്രൗണ്ടിൽ കൂടെ നടക്കുവാണ്. ഇവിടെ ഫുള്ള് ഷോപ്പിംഗ് മോൾ പോലാണ്, ഷോപ്പിംഗ് ഏരിയ ആണ്. നമ്മൾ സ്വിസ് ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് സ്പ്രിംഗ്ലി. ഇവിടെ കയറി കുറച്ച് സ്വിസ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇൻസ്ബ്രൂക്കിലേക്ക് തിരിക്കും. സോ നമുക്ക് ഷോപ്പിനകത്ത് പോവാം. അറിയത്തില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. ഇവിടുത്തെ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്, അതുകൊണ്ട് നല്ല റേറ്റും ആണ്. ചോക്ലേറ്റ്സ് മാത്രമല്ല കേട്ടോ, ഫുഡ് ഐറ്റംസും അവൈലബിൾ ആണ്. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ സ്പ്രിംഗ്ലിൽ നിന്ന് വാങ്ങിച്ചു. അതേപോലെ ഒരു കൊക്കക്കോളയും. സോ കുറച്ച് ബാർസും വാങ്ങിച്ചു, അതേപോലെ മാക്രോൺസും വാങ്ങിച്ചു. പിന്നെ ഇവർക്ക് അങ്ങ് കാനഡയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിച്ചിട്ടുണ്ട്. സോ നമ്മളിനി ഇവിടുന്ന് തിരിക്കുവാണ്. ഇനിയും ഇൻസ്ബ്രൂക്കിലേക്കാണ് പോകുന്നത്. ദീപുന് കൊക്കക്കോള ഇല്ലാത്തത് കൊക്കക്കോള മാത്രമാണ്. ഈ പാക്കറ്റ്സ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കറ്റ്സ് ആണ്. അതേപോലെ ഞങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു. നല്ല കയ്പാണ്, പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുടിക്കട്ടെ? ഞങ്ങൾ കുടിച്ചു, ഞാനും കുടിച്ചു. നല്ല ഗംഭീരമായിട്ടുണ്ട്. അമ്മയ്ക്ക് ആ പാൽ ഇഷ്ടമാണ്. ഇവിടുത്തെ പണ്ട് നല്ല കൊഴുത്ത പശുവിൻ്റെ പാലാണ് അമ്മ കുടിച്ചത്. പശു ഇവിടെ നല്ല തിരക്കാട്ടോ, ഭയങ്കര ക്രൗഡഡ് ആണ്. ഇത് വാങ്ങിച്ചു. അപ്പൊ നമ്മൾക്ക് ഫ്രീ ആയിട്ട് കോഫിയും കിട്ടി. ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര മഴ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതെല്ലാം സൂക്ഷിച്ചു പിടിച്ചേക്കാണ്, മഴ നനയാതെ. അങ്ങനെ ഞങ്ങൾ സ്വിസ് മ്യൂസിയം ഒക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഇൻസ്ബ്രൂക്കിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്.
ഇൻസ്ബ്രൂക്കിൽ ഞങ്ങളൊരു 1 ഡേ സ്റ്റേ ഉള്ളൂ. സോ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. അണ്ടിൽ ദെൻ ബൈ ബൈ.